ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ ഭരണകാലഘട്ടത്തെക്കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡൽഹി സുൽത്താൻ്റെ ഭരണകാലഘട്ടവും അതുപോലെ തന്നെ അവർ നൽകിയ സംഭാവനകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് മുഗൾ ഭരണകാലഘട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ SCERTയിൽ മുഗൾ ഭരണകാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് SCERTയും അതുപോലെ തന്നെ വെളിയിലുള്ള ബുക്കുകളും റെഫർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം SCERT കുറച്ച് നോക്കുകയാണ്. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളുടെ ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ചെങ്കോട്ടയാണ്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. ഇത് പണി കഴിപ്പിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തത് എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ടത് 1526-ലാണ്. അത് സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലഘട്ടത്തെ പ്രധാന ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ബാബറാണ്. അദ്ദേഹമാണ് മുഗൾ ഭരണം സ്റ്റാർട്ട് ചെയ്തത്. 1526 മുതൽ 1530 വരെ 4 വർഷങ്ങളാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. അതിനുശേഷം ഹുമയൂൺ അധികാരത്തിലേറി 1530 മുതൽ 1540 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. തുടർന്ന് കനോജ് യുദ്ധത്തിൽ അദ്ദേഹം ഷേർഷാ സൂരിയുമായിട്ട് പരാജയപ്പെടുകയും അദ്ദേഹത്തിന് അധികാരം നഷ്ടമാവുകയും ചെയ്തു. 1555 തിരിച്ച് സിക്കന്ദർ സൂരിയെ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിലേറിയത്. ചുരുങ്ങിയ 6 മാസ കാലയളവുകൾക്ക് ശേഷം അദ്ദേഹം ലൈബ്രറിയിലെ ഗോവണിപ്പടിയിൽ നിന്ന് താഴെ വീണാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷം 1556 ഹുമയൂണിൻ്റെയും ഭാര്യ ഹമീദ ബാനു ബീഗത്തിൻ്റെയും മകനായ അക്ബർ അധികാരത്തിലേറി. അദ്ദേഹം 1556 മുതൽ 1605 വരെ ഭരിച്ചു. തുടർന്ന് ജഹാംഗീർ വന്നു. ജഹാംഗീർ 1605 മുതൽ 1627 വരെ ഭരിച്ചു. ദെൻ ഷാജഹാൻ വന്നു. 1628 മുതൽ 1658 വരെ ഭരിച്ചു. ദെൻ ഔറംഗസേബ് 1658 മുതൽ 1707 വരെ ഭരിച്ചു. ഇവരൊക്കെയാണ് പ്രധാന ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഔറംഗസേബ് വരെ ചക്രവർത്തിമാർ എന്ന് പറയാം. ബാക്കിയുള്ളവർ ചക്രവർത്തിമാരാവുന്നത് വെറും രാജാവ് എന്നുള്ള പദവിയിലേക്ക് മാക്സിമം ഒതുങ്ങിയിരുന്നു. അപ്പോൾ ആദ്യം ബാബറിനെ കുറിച്ചാണ്. ബാബറിൻ്റെ മാതാവ് ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയായിരുന്ന മംഗോളിയൻ ഭരണാധികാരികളുടെ പിൻഗാമിയായിരുന്നു ബാബറിൻ്റെ മാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ മംഗോളിയന്മാർ ഭരിച്ചിരുന്നത് ചൈനയും അതുപോലെ തന്നെ മധ്യേഷ്യയുടെയും ഭാഗങ്ങൾ ഭരിച്ചിരുന്നവരായിരുന്നു അവർ. പിതാവ് എന്ന് പറയുന്നത് തിമൂറിൻ്റെ പിൻഗാമികളായിരുന്നു. ബാബറിൻ്റെ പിതാവിൻ്റെ സൈഡ് എന്ന് പറയുന്നത് തിമൂറിൻ്റെ പിൻഗാമികളായിരുന്നു. ഈ തിമൂർ 1398 ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിസർ ഖാനെ ഗവർണറാക്കി നിയമിച്ചത്. അദ്ദേഹം സയ്യിദ് വംശം സ്ഥാപിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1504 അദ്ദേഹം കാബൂൾ പിടിച്ചടക്കിയിട്ടുണ്ട്. 1524 ദൗലത് ഖാൻ ലോധി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം 1526 അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. അങ്ങനെ ഇന്ത്യയിലെത്തിയ ബാബർ 1526 അദ്ദേഹം ഇബ്രാഹിം ലോധിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഈ പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ബാബർ മുഗൾ രാജവംശത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയെയോ ഇന്ത്യക്കാരെയോ ഇഷ്ടമില്ലാത്ത രാജാവായിരുന്നു ബാബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ കാവ്യങ്ങൾ എഴുതുന്ന ഭരണാധികാരി കൂടിയായിരുന്നു ബാബർ എന്ന് പറയുന്നത്. അങ്ങനെ കവിതകൾ എഴുതുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുസുക്കി ബാബരി എന്ന് പറയുന്നത്. അത് എഴുതിയത് തുർക്കിയിലാണ്. അതിനെ അബ്ദുൾ റഹ്മാൻ ഖാൻ എന്ത് ചെയ്തു? പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്തു. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് സിംഹം എന്നാണ് ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം. സാഹസികനായ മുഗൾ ഭരണാധികാരിയായിരുന്നു ബാബർ. അതുപോലെ തന്നെ ആത്മകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു ബാബർ. അദ്ദേഹം അന്തരിച്ചത് 1530 അദ്ദേഹം അന്തരിച്ചത്. പക്ഷേ 1526 മുതൽ അദ്ദേഹത്തിന് ഭയങ്കര ബിസിയായിരുന്നു. 1526 പാനിപ്പത്ത് യുദ്ധം, 1527 കൻവ യുദ്ധം. ഈ കൻവ യുദ്ധത്തിൽ അദ്ദേഹം ആരിനെ പരാജയപ്പെടുത്തി? ബാബർ റാണ സിംഗിനെ പരാജയപ്പെടുത്തി.
അതിനുശേഷം 1528 ചന്ദേരി യുദ്ധം. ഇതിൽ ആരിനെ പരാജയപ്പെടുത്തി? മേദിനി റായിയെ അദ്ദേഹം പരാജയപ്പെടുത്തി. ദെൻ കാഗ്ര യുദ്ധം 1529 കാഗ്ര യുദ്ധം. ഇതിൽ അദ്ദേഹം അഫ്ഗാനികളെ പരാജയപ്പെടുത്തി. ആ ഒരു സമയത്ത് ബാബർ മുഹമ്മദ് ലോദിനെയും അതുപോലെ തന്നെ സുൽത്താനായ നസറത്ത് ഷായെയും പരാജയപ്പെടുത്തി. അപ്പോൾ 1529 അദ്ദേഹം ഗാഗ്ര യുദ്ധം ചെയ്തു. അതിൽ അഫ്ഗാനികളായ മുഹമ്മദ് ലോദിനെയും അതുപോലെ തന്നെ നസറത്ത് ഷായെയുമാണ് പരാജയപ്പെടുത്തിയത്. 1530 അദ്ദേഹം അന്തരിച്ചത്. ബാദഷാ ഇ ഹിന്ദ് എന്ന നാമം അദ്ദേഹം സ്വീകരിച്ചു. ബാദഷാ ഇ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് അദ്ദേഹം നാമം സ്വീകരിച്ചിരുന്നു. അയോധ്യയിൽ ബാബർ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ബാബറുടെ കാലത്താണ്. 1528 അത്. സാഹിത്യത്തിൽ അഭിരുചി ഉണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം എഴുതിയിരുന്നത് പേർഷ്യയിലായിരുന്നു. ഇതൊക്കെയാണ് ബാബറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് വന്നിട്ട് ഹുമയൂണാണ്. ഹുമയൂണിന്റെ അർത്ഥം വന്നിട്ട് ഭാഗ്യവാനാണ്. എന്നാൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നിർഭാഗ്യവാനായ മുഗൾ ചക്രവർത്തി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം 1530 മുതൽ 1540 വരെയാണ് ഭരിച്ചത്. അതിനുശേഷം ഷേർഷാ സൂരിയുമായിട്ടുള്ള കനൗജ് യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ അധികാരം നഷ്ടമായി. അതിനു മുമ്പ് 1539 അത് ചൗസ യുദ്ധം ഉണ്ടായിരുന്നു. അതവിടെ വെച്ച് നടത്തത് ബീഹാറിലെ ചൗസി വെച്ചാണ് നടന്നത്. ബീഹാറിലെ ബക്സറിന്റെ അടുത്താണ് ഈ ചൗസ എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഷേർഷാ സൂര്യയുമായിട്ട് ഒന്നാമത്തെ യുദ്ധമുണ്ടായി. അതിനുശേഷം 1540 വീണ്ടും കനൗജിൽ വെച്ച് യുദ്ധമുണ്ടായി. അതിലും പരാജയപ്പെട്ടു. അങ്ങനെ 2 യുദ്ധത്തിലും പരാജയപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അധികാരം നഷ്ടമായത്. ലഹരിക്കടിമയായ മുഗൾ ചക്രവർത്തിയായിരുന്നു ഹുമയൂണ്. അദ്ദേഹം ദീൻപന എന്നുള്ള നഗരം സ്ഥാപിച്ചു. പക്ഷേ ഷേർഷാ സൂരി ഈ ദീൻപന എന്ന നഗരത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചൗസ യുദ്ധം 1530 നടന്നു. കനൗജ് യുദ്ധം 1540 നടന്നത്. തിരിച്ച് 1555 അദ്ദേഹം എന്ത് ചെയ്തു? സിക്കന്ദർ സൂരിനെ പരാജയപ്പെടുത്തിയാണ് വീണ്ടും അധികാരം കൈയാറിയത്. ഹുമയൂണിന്റെ സ്മാരകം നിർമ്മിച്ചത് ഹമീദ ബാനോ ബീഗമാണ്. ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ച ശില്പി എന്ന് പറയുന്നത് മിറാഖ് മിർസ ഗിയാസ് ആണ്. ആരാണ്? മിറാഖ് മിർസ ഗിയാസ് ആണ്. പിന്നെ ഹുമയൂണിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരാണ് സയ്യിദ് അലി സമദ് എന്ന് പറയുന്നത്. സയ്യിദ് അലിയും സമദുമാണ് ഹുമയൂണിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ എന്ന് പറയുന്നത്. ഈ 1555 സിക്കന്ദർ സൂര്യനെ പരാജയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു യുദ്ധം അറിയപ്പെടുന്ന പേരാണ് സിർഹിന്ദ് യുദ്ധം. എന്താണ്? സിർഹിന്ദ് യുദ്ധം. ഹുമയൂണിന് 3 സഹോദരന്മാരും കൂടി ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ കമ്രാന്, അസ്കർ, ഹിൻഡാല്. കമ്രാന് കാബൂളും കണ്ടഹാറും കൊടുത്തിരുന്നു. അസ്കറിന് സംബാൽ കൊടുത്തിരുന്നു. അൽവാറിന് ഹിൻഡാലിന് കൊടുത്തിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഭരണത്തെ വിഭജിക്കുകയാണ് ചെയ്തിരുന്നത്. ഹുമയൂണിന്റെ ജീവചരിത്രമാണ് ഹുമയൂൺ നാമ. ഇതെഴുതിയത് അദ്ദേഹത്തിന്റെ സഹോദരി ഗുൽബദൻ ബാനോ ബീഗമാണ്. ഹുമയൂണിന്റെ ശവകുടീരം നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഹുമയൂണിന്റെ ശവകുടീരം നിൽക്കുന്ന അവിടെയാണ്, ഡൽഹിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹുമയൂണിനെ കുറിച്ച് അറിയേണ്ടത്. പിന്നെ അറിയേണ്ട ആരാണ്? വ്യക്തിയാണ് ഷേർഷാ സൂരി. സൂര്യവംശത്തിലെ രാജാവായിരുന്നു ഷേർഷാ സൂരി. അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നെങ്കിലും ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് കിണറുകൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, സൗജന്യ അടുക്കളകൾ സ്ഥാപിച്ചു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ വളരെ കാര്യക്ഷമമായിരുന്നു. സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹം പ്രവിശ്യയെ 47 സർക്കാരുകൾ അല്ലെങ്കിൽ ഷിക്കുകളായിട്ട് വിഭജിച്ചിരുന്നു. ഈ ഷിക്കുകൾ ഭരിച്ചിരുന്നത് ഷിക്ദാറാണ്. ഈ ഷിക്കുകളെ വീണ്ടും പർഗാനകളായിട്ട് വിഭജിച്ചു. ഇവ രണ്ടിൻ്റെയും മേലധികാരി എന്ന് പറയുന്നത് ഷിക്ദാറാണ്. ഇവിടെയുള്ള ക്രമസമാധാനം അതുപോലെ തന്നെ ഭരണ ചുമതല ഇവയെല്ലാം ഷിക്ദാറിനായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഭൂനികുതി പിരിച്ചിരുന്നത്
അമിൽ അഥവാ മുൻസിഫായിരുന്നു. പ്രാദേശിക ഉത്തരവാദിത്തമുള്ള സമ്പ്രദായമാണ് അദ്ദേഹം പിന്തുടർന്നത്. ഇനി ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ നോക്കുന്ന സമയത്ത് കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാസികളെ നിയമിച്ചിരുന്നു. ഗാസികളും പിന്നെ മിറാദിലും എന്ന് പറയാം, അവരെ നിയമിച്ചിരുന്നു. സിവിൽ ക്രിമിനൽ കേസുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കോഡുകൾ സ്ഥാപിച്ചിരുന്നു. സിവിൽ കേസുകൾ ഹിന്ദു നിയമങ്ങൾ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിക നിയമം ഇസ്ലാമികൾക്കും ബാധകമാക്കി. അതേസമയം ക്രിമിനൽ കേസുകളിൽ ഇസ്ലാമിക നിയമമാണ് ബാധകമാക്കിയത്. തികച്ചും കഠിനമായ ശിക്ഷകളായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കറൻസി പരിഷ്കാരങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ആ ഒരു സമയത്തുണ്ടായിരുന്ന എല്ലാ നാണയങ്ങളെയും പിൻവലിക്കുകയും പിന്നീട് 2 നാണയങ്ങൾ മാത്രം പുറത്തിറക്കുകയും ഉണ്ടായി. വെള്ളിയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച 2 പുതിയ തരം കറൻസികളാണ് അദ്ദേഹം പുറത്തിറക്കിയത്. അദ്ദേഹം പുറത്തിറക്കിയ ഈ വെള്ളി കറൻസിനെ റുപ്പിയ എന്ന് നാമകരണം ചെയ്തു. ആ ഒരു റുപ്പിയിൽ നിന്നുമാണ് നമ്മുടെ രൂപ എന്നുള്ള പുതിയ കറൻസിയുടെ പേരെല്ലാം ഉടലെടുത്തത്. ഈ ഒരു നാണയത്തിൻ്റെ കാലഘട്ടം അത് 1883 വരെ നീണ്ടു നിന്നിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം റോഡുകൾ പണികഴിപ്പിച്ചിരുന്നു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് അത് പരിഷ്കരിച്ചത് അദ്ദേഹമായിരുന്നു. സോനാർ ഗാവിനെ സിന്ധു നദിയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റോഡായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ആഗ്രയെ ബുർഹാൻപൂരുമായി ബന്ധിപ്പിച്ചു. അതുപോലെ തന്നെ ആഗ്രയെ ജോധ്പൂറും ചിറ്റോരുമായി ബന്ധിപ്പിക്കുന്ന റോഡും അദ്ദേഹം പണികഴിപ്പിച്ചിരുന്നു. അതുപോലെ ലാഹോറിനെ മുൾട്ടാനുമായി ബന്ധിപ്പിക്കാനുള്ള റോഡ് പണികഴിപ്പിച്ചു. ഇങ്ങനെ റോഡുകളെല്ലാം അദ്ദേഹം പണികഴിപ്പിച്ചു. അതില്ലാതെ ഈ റോഡുകളുടെ 2 വശത്തും തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അതല്ലാതെ വിശ്രമ കേന്ദ്രങ്ങളായ സാരായി അവ നിർമ്മിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സെറ്റപ്പ് അദ്ദേഹം അന്നുകാലത്ത് തന്നെ ചെയ്തിരുന്നു. അതല്ലാതെ തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി. ഈ പോസ്റ്റ് ഓഫീസുകളുടെ ചുമതല എന്ന് പറയുന്നത് ദരാക്കെ ഇദാഖ് അല്ലെങ്കിൽ ചൗക്കി എന്നുള്ളവരാണ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പോസ്റ്റുകളുടെ വേഗത്തിനായിട്ട് എന്ത് ചെയ്തു? അത് ഒരു റിലേ സംവിധാനം സ്ഥാപിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഭൂമികൾ ഗ്രാൻഡായിട്ട് നൽകിയിരുന്നു. അദ്ദേഹം മക്താബുകൾ എന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. ഇവ മജ്ലിസിനോട് ചേർന്നായിരുന്നു രൂപപ്പെടുത്തിയിരുന്നത്. പിന്നെ മദ്രസകൾ ഉന്നത പഠനത്തിനായിട്ട് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷേമപരമായ പ്രവർത്തനങ്ങളായിരുന്നു റോഡുകൾ ഉണ്ടാക്കിയിരുന്നതും അതുപോലെ തന്നെ കിണർ കുഴിക്കുക, അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ അനുവദിക്കുക, അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തും തണൽ മരങ്ങൾ നിയമിക്കുക, സൗജന്യ അടുക്കളകൾ ഉണ്ടാക്കിയിരുന്നു. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്. പിന്നെ നികുതി പരിഷ്കാരങ്ങൾ പ്രധാനപ്പെട്ടതാണ് സബ്തി സമ്പ്രദായം. ഭൂമിനെ ഇടത്തരം മോശം നല്ലത് എന്നുള്ള തിരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള നികുതി പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് ഈ സബ്തി എന്നുള്ളത് ലെവലിൽ ചെയ്തത്. പിന്നെ വിതച്ച സ്ഥലത്തിൻ്റെ വിസ്തീർണം, കൃഷി ചെയ്യുന്ന വിളകൾ, ഓരോ കൃഷിക്കാരന് നൽകേണ്ടുന്ന തുക എന്നിവയെല്ലാം ഒരു പാട്ട എന്നുള്ള പേപ്പറിൽ എഴുതി നൽകിയിരുന്നു. അത് കർഷകരിൽ നിന്ന് അവർ ഡയറക്റ്റായി മേടിച്ചിരുന്നു. പിന്നെ ഒരു സെസ്സും ഏർപ്പെടുത്തിയിരുന്നു. ഈ സെസ് എന്തിനാണെന്ന് വെച്ചാൽ പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പട്ടിണി കൊണ്ടോ മറ്റോ വരൾച്ച ഉണ്ടായാൽ അതിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ഒരു സെസ്സും ഏർപ്പെടുത്തിയിരുന്നു. പിന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് 2 നികുതിയാണ് ഉണ്ടായിരുന്നത്. നിർമ്മിക്കുമ്പോൾ ഒരു നികുതി കൊടുക്കണം, പിന്നീട് വിൽക്കുമ്പോഴുള്ള ഒരു നികുതി. അല്ലാതെ വേറെ നികുതികൾ പണ്ടുണ്ടായിരുന്ന എല്ലാം നിർത്തലാക്കി അദ്ദേഹം. അതുപോലെ തന്നെ ഈ വാണിജ്യം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള ഐഡിയാസ് എല്ലാം അദ്ദേഹം കൊണ്ടുവന്നത്. അതുപോലെ സൈനികമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നത് ഒരു നേരിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സൈനികരുടെ വിവരണം രേഖപ്പെടുത്തിയിട്ട് അത് ചെഹ്റ എന്നുള്ള ഒരു റെക്കോർഡിംഗ് സിസ്റ്റം ചെയ്തു. പിന്നെ കുതിരകളുടെ ഇതിൽ ഒരു ഡാക് എന്നുള്ള സിസ്റ്റം, ബ്രാൻഡിങ് സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. അത് കാരണം നിലവാരം കുറഞ്ഞ കുതിരകൾ വേറെ കുതിരപ്പടയിലേക്ക് ചേരാതിരിക്കാൻ അദ്ദേഹം ഈ ഡാക് എന്ന സംവിധാനം ഉപയോഗിച്ചു. അതല്ലാതെ കൻ്റോൺമെൻറ്റുകൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. നല്ല കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. അതിനുശേഷം 1555 സിക്കന്ദർ സൂര്യനെ വധിച്ചിട്ട് നമ്മുടെ ഹുമയൂൺ വീണ്ടും അധികാരത്തിലേറി. അപ്പോൾ ഈ ഹുമയൂണിൻ്റെ ജീവചരിത്രത്തിൽ പറയുകയെന്ന് വെച്ചാൽ 1540 അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു. 1541 അദ്ദേഹം ഹമീദ ബാനു ബീഗവുമായിട്ടുള്ള വിവാഹം നടന്നു. 1542 അക്ബർ ജനിച്ചു. 1556 അദ്ദേഹം മരിച്ചു. ആ 1556 മരിക്കുന്ന സമയത്ത് അക്ബറിന് എത്ര വയസ്സായിരുന്നു? 12 വയസ്സായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെയായിരുന്നു. അക്ബർ കലനൂറിലായിരുന്നു.
കലിനൂറിൽ എന്തായിരുന്നു ചെയ്തിരുന്ന അഫ്ഗാൻ വിമതർക്കെതിരെ പോരാടുകയായിരുന്നു 12-ാം വയസ്സിൽ നമ്മുടെ അക്ബർ ചെയ്തിരുന്നത്. അങ്ങനെ 13-ാം വയസ്സിൽ അദ്ദേഹം കിരീടമണിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് വയസ്സില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റീജൻ്റായിട്ട് ബൈറാം ഖാൻ രാജ്യം ഭരിക്കുകയാണ് ചെയ്തത്. അക്ബറിൻ്റെ വളർത്തച്ഛൻ, രാഷ്ട്രീയ ഗുരു, മാർഗദർശി എന്നെല്ലാം ഈ ബൈറാം ഖാൻ അറിയപ്പെട്ടു. അക്ബർ ബാദഷായി ഹിന്ദ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. 1556 മുതൽ 1560 വരെയാണ് 1556 മുതൽ 1560 വരെയാണ് ഇങ്ങനെ ബൈറാം ഖാൻ ഭരിച്ചിരുന്നത്. 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധമുണ്ടായത്. ഇത് അക്ബറും ഹുമയൂണും തമ്മിലായിരുന്നു. അക്ബറിന് വയസ്സാകാത്തതുകൊണ്ട് ബൈറാം ഖാനായിരുന്നു ഈ യുദ്ധത്തെ നയിച്ചിരുന്നത്. ബൈറാം ഖാൻ ഹുമയൂണിനെ വധിക്കുകയും അങ്ങനെ രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ ജയിക്കുകയും ചെയ്തിരുന്നു. മുഗൾ സാമ്രാജ്യം വിപുലീകരിച്ചത് അക്ബറാണ്. 1576 ഒരു ഹാൽഡിഘട്ട് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അക്ബർ ആരെ പരാജയപ്പെടുത്തി? അക്ബർ മഹാറാണ പ്രതാപിനെ പരാജയപ്പെടുത്തി. ഈ ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ചിരുന്ന സൈന്യാധിപനായിരുന്നു മാൻസിംഗ് എന്ന് പറയുന്നത്. ജസിയെ നിരോധിച്ച ഭരണാധികാരിയായിരുന്നു അക്ബർ. അക്ബർ പുതിയൊരു മതം സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ പേരാണ് ദീൻ ഇലാഹി. അത് സ്ഥാപിച്ചത് 1582 അദ്ദേഹം അത് സ്ഥാപിച്ചത്. ഇതിൻ്റെ ആപ്ത വാക്യം എന്ന് പറയുന്നത് സുൽഹി കുൽ എന്നാണ്, അഥവാ എല്ലാവർക്കും സമാധാനം. പിന്നെ അദ്ദേഹം ഫത്തേപൂർ സിക്രി പണികഴിപ്പിച്ചു. ഫത്തേപൂർ സിക്രി പണികഴിപ്പിച്ചത് 1569 അദ്ദേഹം ആഗ്രയിൽ നിന്നും ഫത്തേപൂർ സിക്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റിയിരുന്നു. അത് 1585 1585 എന്ത് ചെയ്തു? ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഫത്തേപൂരിലേക്ക് മാറ്റിയിരുന്നു. അതല്ലാതെ 1571 മുതൽ 1585 വരെ ഇതിൻ്റെ മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ആഗ്രയായിരുന്നു. അദ്ദേഹം നിരക്ഷരനായിരുന്നു. ഈ ദീൻ ഇ ഇലാഹി എന്ന് പറഞ്ഞല്ലോ, അതുതന്നെയാണ് തൗഹീദ് ഇ ഇലാഹി എന്നും അറിയപ്പെടുന്നത്. ഈ അക്ബർ സ്ഥാപിച്ച ദീൻ ഇലാഹി എന്ന മതം സ്വീകരിച്ച ഒരേയൊരു ഹിന്ദു രാജസഭാഗം അത് ബീർബലാണ്. അദ്ദേഹം കൊണ്ടുവന്ന കലണ്ടറാണ് ഇലാഹി കലണ്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഇലാഹി കലണ്ടർ എന്ന് പറയുന്നത്. മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അവിടെ ജമാ മസ്ജിദ് ഉണ്ടായിരുന്നു, ഇബാദത്ത് ഖാനയുണ്ട്, ബുലന്ദ് ദർവാസയുണ്ട്, അതുപോലെ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ചൗകുടീരം എന്നിങ്ങനെ വിവിധ കെട്ടിടങ്ങളുണ്ടായിരുന്നു. 1575 ഈ ഇബാദത്ത് ഖാന സ്ഥാപിച്ചത്. ഈ ഇബാദത്ത് ഖാനയിൽ വെച്ചാണ് അദ്ദേഹം വിവിധ മതങ്ങളുടെ ആചാര്യന്മാരുമായിട്ട് സംവദിച്ചിരുന്നത്. ഈ ഇബാദത്ത് ഖാനയിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് ദീൻ ഇ ഇലാഹി 1582 വികാസം പ്രാപിച്ചത്. അതുപോലെ തന്നെ ഇലാഹി കലണ്ടർ ഉണ്ടാക്കിയിരുന്നു. സുൽഹി കുൽ എന്നതായിരുന്നു ഈ എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. പിന്നെ അദ്ദേഹം ബുലന്ദ് ദർവാസ, അത് ഗുജറാത്തിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, സ്മരണയ്ക്കായിട്ടാണ് അക്ബർ ഇത് നിർമ്മിച്ചത്. ഇനി അക്ബറിനെ കുറിച്ച് റസിയാർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തെ മുഗൾ രാജ്യമാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഇവിടെ നമുക്ക് കാണാം, കാബൂളുണ്ട്, പെഷവാറുണ്ട്, ലാഹോറുണ്ട്, മുൾട്ടാനുണ്ട്, സിന്ധ്, തട്ട. നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ധാക്ക, ബംഗ്ലാദേശ്, കട്ടക്, അർക്കോട്ട്, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, അവിടെയെല്ലാം രാജ്യം വിസ്തൃതമായിരുന്നു. മുഗളരും ഒന്നാം പാനിപ്പട്ട് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമികളായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് എന്ത് ചെയ്തത്? ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ പാനിപ്പട്ട് എവിടെയാണുള്ളത്? ഹരിയാനയിലാണ് ഉള്ളത്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. 1526 ഇത് നടന്നത്. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്.
കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേസമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ടിരുന്നു തന്നെ അജ്ഞാത ശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ജസ്യൂട്ട് പാതിരി പേര് ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചനക്കുറിപ്പാണിത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അപ്പോൾ ഇബാദത്ത് ഖാന എപ്പോഴാണ് പണികഴിപ്പിച്ചത്? 1575. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ-ഇ-ഇലാഹി. ദീൻ-ഇ-ഇലാഹി എന്നാണ് എഴുതുന്നത്. ദീൻ-ഇ-ഇലാഹി എന്നും പറയാറുണ്ട്, ദീൻ-ഇ-ഇലാഹി എന്നും പറയുന്നുണ്ട്. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി-കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയാണെന്നതാണ് ഈ ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. ജസിയ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മേലുള്ള ഒരു നികുതിയാണ് ജസിയ എന്ന് പറയുന്നത്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാള്, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹി-കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങളെടുക്കുകയോ ചെയ്യരുത്. ഇത് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസ്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് എന്തുണ്ടാകും? ഓരോ ഉദ്യോഗസ്ഥന് കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടാകും. ഈ സൈനിക വ്യൂഹത്തിൽ അദ്ദേഹം കുറച്ച് കുതിരപ്പടയാളികളുടെ എണ്ണം നിലനിർത്തണം, അതുപോലെ സൈനികരുടെ എണ്ണവും നിലനിർത്തണം. ഈ എണ്ണത്തിന് അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഈ കുതിരപ്പടയാളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസബ്ദാരുകൾക്ക് എന്ത് ചെയ്തിരുന്നു? കുറച്ച് ഭൂമി കൊടുത്തിട്ട് അതിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്തിട്ട് അവർ കുതിരയെയും അതുപോലെ തന്നെ സൈന്യ വ്യൂഹത്തെയും നിലനിർത്തിയിരുന്നു. അങ്ങനെ ഭൂമി പതിച്ച് നൽകുന്ന മൻസബ്ദാർമാരെ അറിയപ്പെടുന്നത് ജാഗീർദാർമാർ എന്നാണ്. ജാഗീർദാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതേസമയം ചിലവർക്ക് എന്ത് ചെയ്തു? നേരിട്ട് പണമായിട്ട് നൽകി. അവരറിയപ്പെട്ടിരുന്നത് നഖ്ദി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതില്ലാതെ മുഗളന്മാർ അഹാദികൾ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിഗത സൈനികന്മാരെ നിയമിച്ചിരുന്നു. അവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു വാല ഷൂഹൈ അംഗരക്ഷകരെ, കൊട്ടാരത്തിലെയും അതുപോലെ തന്നെ രാജകീയ അംഗരക്ഷകരെയും അവർ നിയമിച്ചിരുന്നു. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം നിലനിർത്തിയിരുന്നത്. പിന്നെ മുഗളന്മാരുടെ ഭരണരീതി എന്ന് പറയുന്നത്, മുഗളന്മാര് എന്ത് ചെയ്തു? ഈ രാജ്യത്തെ സൂബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. സുബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സുബനെ വീണ്ടും സർക്കാരുകളായിട്ട് വിഭജിച്ചിരുന്നു. ഈ സർക്കാരുകൾ വീണ്ടും പർഗാനകളായിട്ട് വിഭജിച്ചു, പർഗാനകൾ വീണ്ടും ഗ്രാമമായിട്ട് വിഭജിച്ചു. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തും ഇങ്ങനെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വിഭജനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഈ രാജ്യത്തെ ഷിക്കുകൾ എന്നുള്ള 47 ഷിക്കുകൾ ഉണ്ടാക്കി. ഈ ഷിക്കുകളെ വീണ്ടും പർഗാനകളാക്കി. ഇവയുടെ രണ്ടിൻ്റെയും അധികാരം എന്ന് പറയുന്നത് ഷിക്ദാറുകൾ അല്ലെങ്കിൽ ഫൗജ്ദാർ അവർക്ക് കൊടുത്തിരുന്നു. അവർ ഈ സ്ഥലങ്ങളിലെ ക്രമസമാധാന പരിപാലനം നടത്തേണ്ടതായിരുന്നു. പിന്നെ മുൻസിഫിനെ നിയമിച്ചിരുന്നു. മുൻസിഫ് എന്ത് ചെയ്യും? ഈ സ്ഥലങ്ങളിലെ പിരിവ് നടത്തും. ഇവരെല്ലാം രാജാവ് നേരിട്ടായിരുന്നു ഈ ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തിൽ
ചെയ്തത്. മുഗൾ രാജ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഈ സ്ഥലത്തെ മൊത്തം സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെയായിട്ട് വിഭജിച്ചിരുന്നു. ഈ മുഗൾ ഭരണകാലഘട്ടത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? അത് ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാർ, ഗാസിമാരാണ് ഈ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനങ്ങളിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും എല്ലാം നിയമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴുള്ള സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. ഇത് ആരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരായിരുന്നു, ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചിരുന്നു. ഭൂരിഭാഗം പേരും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ. ആരാണ് ടവർണിയർ? അത് മറക്കരുത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇന്ത്യ ആ ഒരു സമയത്ത് വളരെ വലുതായിരുന്നു. ഇന്ത്യയിൽ വളരെയേറെ പുരോഗതി കൈവരിച്ചിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് രേഖപ്പെടുത്തിയിരുന്നത് ഇംഗ്ലീഷുകാരനായിരുന്ന റാൽഫ് ഫിച്ച് ആയിരുന്നു. ഇന്ത്യയിൽ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായിരുന്നു ഈ റാൽഫ് ഫിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ അതാരാണ്? അത് റാൽഫ് ഫിച്ച് ആണ്. അതുപോലെ തന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. ഈ നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഇ അക്ബർ, മറക്കരുത്, അബുൽ ഫസൽ എന്ന് പറയുന്നത് അക്ബറിൻ്റെ രാജകൊട്ടാരത്തിൽ 9 നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. ആ നവരത്നങ്ങളിൽ ഒരാളാണ് അബുൽ ഫസൽ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഐൻ ഇ അക്ബറയിൽ. ആ ഐൻ ഇ അക്ബറയിൽ അദ്ദേഹം വ്യത്യസ്തമായ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരിക്കുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവാകങ്ങളും അതുപോലെ തന്നെ കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനുമായിരുന്നു. അക്ബറിൻ്റെ ഉപദേശകനും അതുപോലെ ജീവചരിത്രകാരനുമായിരുന്നു അബുൽ ഫസൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐൻ എ അക്ബറി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു അബുൽ ഫസൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന അബു ഫൈസി, അദ്ദേഹവും നവരത്നങ്ങളിൽപ്പെട്ട ആളായിരുന്നു. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മൾസ്ലിം പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്ന് പറയുന്നത്. ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എന്നിവ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. അത് വിവർത്തനം ചെയ്യപ്പെട്ടത് ഷാജഹാന്റെ മകനായ ദരാഷുക്കോയാണ്. അത് പരിഭാഷപ്പെടുത്തിയിരുന്നത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണ് അതൊക്കെ. ഇക്കാലത്ത് തന്നെ വിവിധ മേഖലകളിൽ സാംസ്കാരികമായിട്ടുള്ള കൂടിച്ചേരലുകൾ നടന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും അതുപോലെ മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ SCERT പറയുന്നത്. ഇനി നമുക്ക് അക്ബറിനെ കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്